Good morning, all. Good morning, ma'am. Morning, ma'am. Okay. Strength കുറവാണല്ലോ എന്ത് ക്ലാസ് വരുന്നുള്ളതാണല്ലേ കുറച്ച് പേര്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഇനി കുറച്ചും കൂടി പോർഷൻസ്, ചെറിയൊരു പോർഷൻ കൂടി ബാക്കിയുള്ളൂ നമുക്ക്. അപ്പോ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ അവിടെ തുടങ്ങിയല്ലേ നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടം വരെ നമ്മൾ എടുത്തു ആണോ? ഓക്കെ, വായിക്കുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? പഠിച്ചോ നിങ്ങള്? ഓരോ ചാപ്റ്റർ കഴിയുന്നതനുസരിച്ചിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതനുസരിച്ച് പഠിച്ചിട്ട് പോകാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലോണ്ടറി ലിനൻ എങ്ങനെയൊക്കെയാണ് അത് ഇൻഫെക്റ്റഡ് ആകുന്നത്, ദെൻ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് അല്ലെ? നമ്മൾ പറഞ്ഞു വാഷ് ചെയ്യുക, സോർട്ട് ചെയ്യുക അല്ലെ? അതിന്റെ ഒരു ഓർഡർ നമ്മൾ പഠിച്ചു. ദെൻ ഇത് നമ്മൾ നോക്കുന്നത് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേർതിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കാം. All linen after use should be collected in each department, ward and segregated into potentially infective and non-potentially infected. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലോണ്ടറി ആൻഡ് ലിനൻ കളക്ട് ചെയ്യുന്നു. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഉപയോഗിച്ചിട്ടുള്ള ഈ ലോണ്ടറികൾ, ലിനൻ തുണികൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, വാർഡിൽ നിന്നും. സെഗ്രേറ്റഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സെപ്പറേറ്റ് ചെയ്യാന്നുള്ള ഒരു മീനിങ് തന്നെ, വേർതിരിക്കുക അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, ഇപ്പൊ വാർഡിൽ നിന്നും അല്ലെങ്കിൽ ഒ പി ഡി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം അല്ലെ, ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവിടെയുള്ള തുണികൾ ശേഖരിക്കുന്നു. കാരണം ഉപയോഗിച്ച ശേഷം വരുന്ന ഇൻഫെക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ലിനൻ ശേഖരിച്ച അതിനെ നമ്മൾ സെഗ്രേറ്റ് ചെയ്യും അല്ലെ? വേർതിരിക്കും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാകും, ഇൻഫെക്റ്റീവ് ഉണ്ട്, നോൺ ഇൻഫെക്റ്റീവ് ഉണ്ടാകും അല്ലെ? അതായത് അണുക്കളൊക്കെ ഉള്ളതും വലിയ അണുക്കളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള തുണികൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേർതിരിക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പ്ലേസ് stained linen into clearly labeled and leak-proof container. ഇനി അതിൽ നിന്നും tainted ആയിട്ടുള്ള, അതായത് അണുക്കള് മീൻസ് കറയായിട്ടുള്ള, ഭയങ്കര നമ്മൾ പറഞ്ഞല്ലോ കേട്ടോ, ഫ്ലൂയിഡോ അങ്ങനെയുള്ള കറകളൊക്കെ ആയിട്ടുള്ള തുണികൾ നമ്മൾ ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തോ? നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ലല്ലോ? ചാപ്റ്റർ എടുത്തായിരുന്നോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ എടുത്തോ? എടുത്തതാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മള് സെപ്പറേറ്റ് ലേബിൾ ചെയ്യുന്നു പറഞ്ഞില്ലേ? ഓരോ കണ്ടെയ്നർ കളർ കോഡുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചോ? കളർ കോഡുകൾ പഠിച്ചില്ലേ? ഓരോ കണ്ടെയ്നറിലും ഷാർപ്പ് വേസ്റ്റുകൾ അല്ലേ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു പറയും. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികള് വേർതിരിച്ചുകൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികള് നമ്മൾ എന്താണ് ഒരു ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഗോ അല്ലെങ്കിൽ ബക്കറ്റ്സിലോ വെക്കുന്നു. ഞാൻ ആ ബക്കറ്റിൽ ഒന്ന് ലേബിൾ ചെയ്യുന്നു. അതായത് ഇൻഫെക്റ്റഡ് ലിനൻ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഫെക്ഷൻ വേസ്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞുകൊണ്ട് ലേബിൾ ചെയ്തിട്ട് കണ്ടെയ്നറിൽ ലേബിൾ ചെയ്യുന്നു. ബാഗിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ കറയുള്ള മാലിന്യങ്ങളായിട്ടുള്ള തുണികൾ നമ്മൾ ശേഖരിച്ചുകൊണ്ട് അത് ലേബിൾ ചെയ്യുന്നു. അപ്പോൾ ലേബിൾ കാണുമ്പോൾ ആരും അതിൽ വേറെ നോക്കാനോ അല്ലെങ്കിൽ അത് മീൻസ് ഒന്ന് ടച്ച് ചെയ്യാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലേബിൾ ചെയ്യുന്നു. In the patient care area, patient care ഏരിയയിലൊക്കെ എടുത്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും അത് നോക്കാനോ അതിന്റെ അടുത്തേക്ക് പോകില്ല. Then staff who collect, handle, dispose or transport soiled linen are at high risk. അല്ലെ? നമ്മൾ ഈ ഇത് ശേഖരിക്കുന്ന സ്റ്റാഫുകൾ, ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടല്ലോ, ഈ തുണികൾ ഹാൻഡിൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്നവരും ഓർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് അലക്കാനായിട്ട് നമ്മൾ കൊടുക്കില്ലേ, അങ്ങനെ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്നവരും ഹൈ റിസ്ക് ഉള്ള കാര്യമാണെന്ന്. ആണോ? എന്തുകൊണ്ടാണ് റിസ്ക് ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ശരിക്കും അവർ ചെയ്യുന്ന ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് അല്ലെ? ഈ തുണികൾ കളക്ട് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. വൺ ഓഫ് ദ മെയിൻ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻ ആണ് അല്ലെ? പലതരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാകും. ചിലപ്പോൾ പകർച്ചവ്യാധികളൊക്കെ ഉള്ള പേഷ്യൻസ് ആയിരിക്കാം. ഇതുപോലെ തന്നെ ഫ്ലൂയിഡും അങ്ങനെയൊക്കെ തുണികളിലൊക്കെ ഉണ്ടാകും. സോ
അത് അവരിലേക്കും അസുഖങ്ങളൊക്കെ പകരാനും ഇൻഫെക്ഷൻസ് ഒക്കെ എന്താണ് സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹൈലി റിസ്ക് ഉള്ള ഒരു ടാസ്ക് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇത്രയുമാണ് സെപ്പറേറ്റ് കളക്ഷനിൽ പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രാവശ്യം അത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒരു പ്രാവശ്യം വായിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആകും. ഓക്കെ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ചെറിയ കുഞ്ഞി പാരഗ്രാഫ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻസ് അല്ലെ, നമ്മൾ വാഷിംഗ് മെഷീനിലാണത് ഇത് അലക്കുന്നതൊക്കെ അല്ലെ, തുണികള്. സോ അത് സാനിറ്റൈസിങ് ചെയ്യേണ്ടതുണ്ട്. In order to prevent cross contamination, every washer be sanitized at least once a day. ഒരു ദിവസമെങ്കിലും ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് വേണം? വാഷിംഗ് മെഷീൻ സാനിറ്റൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ തുണികളൊക്കെ നമ്മൾ അലക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് അടുത്ത അതായത് ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികളാണ് നമ്മൾ അലക്കാനായിട്ട് മെഷീനിൽ ഇട്ടിരുന്നതെങ്കിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും വൺസ് എ ഡേ അല്ലെ, അതായത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സാനിറ്റൈസ് ചെയ്യണമെന്ന്. അണുവിമുക്തമാക്കാനായിട്ട് നമ്മൾ ഡെറ്റോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അണുവിമുക്തമാക്കാനായിട്ട്. നെക്സ്റ്റ് അണുവിമുക്തമാക്കിയതിനു ശേഷം അടുത്ത ലിനനുകൾ ഇടുക. നെക്സ്റ്റ് വൺ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. തുണികൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. കോർപ്പറേഷൻ തിയേറ്റർ, വാർഡ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സെൻട്രലൈസ്ഡ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ആ ഒരു ഹെഡിങ് ആണ്. അതെ, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓൾറെഡി നമ്മള് മറ്റു കുറെ ചാപ്റ്ററുകളിൽ ഈ സെൻട്രലൈസർ എന്നുള്ള ഒരു ടേം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എന്താ സെൻട്രലൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഔട്ട് പേഷ്യന്റിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? മറ്റു വേറെ ചാപ്റ്ററുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോ സെൻട്രലൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഭാഗത്തുള്ള ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കണ്ട, അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മറ്റു ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ചുമ്മാ ഒന്ന് ഗസ്റ്റ് ചെയ്ത് നോക്കൂ. കംപ്ലീറ്റഡ് കവർ വിത്ത്. ഓക്കെ, കേന്ദ്രീകൃതമാണ്. പിന്നെ വേറെ എന്തൊക്കെ അറിയാം? വേറെ ആർക്കും ഒന്നും ഓർമ്മയില്ലേ? ചില ചാപ്റ്ററുകളിൽ ഔട്ട് പേഷ്യന്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഔട്ട് പേഷ്യന്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും. ഓർമ്മയില്ല ആർക്കും? വേറെ ആർക്കും ഒന്നും ഓർമ്മയില്ല? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരൊറ്റ ഇതിലാണ് അല്ലെ, ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ്. ഒരു വൺ സെന്റർ ആണ്. ഓക്കെ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഔട്ട് പേഷ്യന്റിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ എല്ലാം ഒരൊറ്റ ഏരിയയിൽ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? സെയിം ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും, ശ്രദ്ധിക്കാം. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. Issuing of linen and linen circulation is usually controlled by the central room. Underline ചെയ്യാം. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. Issuing of linen and linen circulation is usually controlled by the central room. Central room എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രൽ കേന്ദ്രം. അതിൽ നിന്നാണ് നമ്മൾ ഈ തുണികൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾറെഡി സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സെൻട്രൽ ആണ് അല്ലെ, ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുമില്ല. ഈച്ച് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ റൂം ആയിരിക്കും. ക്ലിയർ ആണോ? ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ റൂം ആണ്. കണക്ട് ചെയ്ത് പഠിച്ചൂടെ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാം.
ക്ലിയർ ആണല്ലോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ സെൻട്രൽ റൂം ആണെന്ന്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല. ഓരോ ഏരിയയിലേക്കും ആ ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്നാണ് നമ്മൾ തുണികൾ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കാലോ. സെൻട്രലൈസ്ഡ് ലിനൻ എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം. ഒരേപോലെ ടേം ഓരോളത്തിൽ അങ്ങനെ പറയാം. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് നേരെ ഓപ്പോസിറ്റ്. എന്തായിരിക്കും അപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്തായിരിക്കും ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല്? സെപ്പറേറ്റഡ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നു. വായിക്കാം കേട്ടോ. Decentralized linen under this system, the different units underline ചെയ്യാട്ടോ. The different units such as ward, operation theatre, etc. Ward, operation theatre are allotted with needed quotas of linen articles. Needed quotas എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇത്ര എണ്ണം ഉണ്ടാകും അല്ലെ? കോട്ട എന്ന് പറഞ്ഞാൽ എണ്ണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇത്ര എണ്ണം ലിനൻ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ വാർഡിലേക്ക് അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇത്ര സെറ്റ് തുണികൾ നമ്മൾ നൽകുന്നു. സെപ്പറേറ്റഡ് ആണ് അല്ലെ? സെൻട്രലല്ല, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് യൂണിറ്റ്സ്. ആ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ സൈഡിലൊന്ന് എഴുതി വെച്ചോളൂ. സൈഡിലൊന്ന് എഴുതി വെക്കണോ പെട്ടെന്ന് ഓർത്ത് കിട്ടാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചോളോ? കുഴപ്പമില്ലല്ലോ. ഷോർട്ട് നോട്ട് പോലെ എഴുതി വെക്കണോ? വെക്കണ്ട, കുഴപ്പമില്ല. എഴുതണോ? എഴുതണം എന്നാണോ എഴുതണ്ടെന്നാണോ? വേണ്ട, കുഴപ്പമില്ല. ഓർത്തിരിക്കാൻ കുഴപ്പമില്ല. ഞാനൊരു പ്രാവശ്യം പറയാം. ആവശ്യമുള്ളവർ മാത്രം ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. എളുപ്പമാണ്. ജസ്റ്റ് നോക്കി പഠിക്കുമ്പോൾ, കാരണം എക്സാമിന് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സെൻട്രലൈസ്ഡും നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ചെറിയ കാര്യം സിമ്പിൾ ആയിരിക്കും, പക്ഷെ ആ ടൈമിൽ നമ്മൾ അത് ചിലപ്പോ കൺഫ്യൂഷൻ ആവാം. നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എടുത്ത് ചാടി എഴുതുന്നത് കൊണ്ടാകാം. ഒരു മാർക്ക് പോകണ്ടല്ലോ, മിസ്സായി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, then സെൻട്രലൈസ്ഡിന്റെ നേരെ ഒന്ന് എഴുതി വെക്കാം. സെൻട്രലൈസ്ഡ് എന്ന് കണ്ടോ? അതിന്റെ ബ്രാക്കറ്റില് നിങ്ങൾ എഴുതാം കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം എഴുതാം. കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം. ഡീസെൻട്രലൈസ്ഡിന്റെ താഴെ ആ ഒരു പോയിന്റിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതാം ഡിഫറെന്റ് യൂണിറ്റ്സ് എന്ന് എഴുതാം. സെൻട്രലൈസ്ഡ് ഒരു ഹൈഫൻ ഇട്ടിട്ട് അങ്ങനെ ഇഷ്ടമുള്ള പോലെ എഴുതാട്ടോ. സെൻട്രലൈസ്ഡ് എഴുതിക്കൊണ്ട് ഒരു കുഞ്ഞ് ഹൈഫൻ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം? സെൻട്രൽ റൂം എന്ന് കൊടുക്കാം. ഡീസെൻട്രലൈസ്ഡ് എന്ന് എഴുതാം, ഒരു കുഞ്ഞ് ഹൈഫൻ ഇട്ടിട്ട് ഡിഫറെന്റ് യൂണിറ്റ്സ്. അത്രയും മതി. ഇപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? സെൻട്രലൈസ്ഡ് എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇടാം, ദെൻ സെൻട്രൽ റൂം. ഡീസെൻട്രലൈസ്ഡ് എന്ന് എഴുതാം, ഒരു കുഞ്ഞ് ഹൈഫൻ ഇടാം, ഡിഫറെന്റ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ക്ലിയർ ആണല്ലോ? പഠിച്ചെല്ലാവരോ? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ എല്ലാവരും അല്ലേ? then മിക്സ്ഡ് ലിനൻ സർവീസ്. മിക്സ്ഡ് അതായത് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും വരുന്നത് നോക്കാം. ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ് ആർ ഡൺ ഓൺ ദ ബേസിക് ഡീസെൻട്രലൈസേഷൻ. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ലേബർ റൂം, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. കാരണം അവിടേക്ക് ഇത്ര തുണികൾ ആവശ്യമായിരിക്കും അല്ലേ? അപ്പോൾ കറക്റ്റ് എണ്ണത്തിനനുസരിച്ചുള്ള തുണികൾ നമ്മൾ കൊടുക്കുന്നു. ബട്ട് റെസ്റ്റ് ഏരിയ ഫോളോ സെൻട്രലൈസ്ഡ്. ബാക്കിയുള്ള ഏരിയകളൊക്കെ സെൻട്രലൈസ്ഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. The linen used in our hospital service make a huge effect on quality of care provided. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ലിനൻ സർവീസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എഫക്ട് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ്. അവർ പരിചരണത്തിലുള്ളൊരു നല്ലൊരു ക്വാളിറ്റിനെ തന്നെയാണ് അത് എഫക്ട് ചെയ്യുന്നത് അല്ലെ? നല്ലൊരു തുണികളും നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ആ പേഷ്യൻസിന് അവിടുന്ന് ലഭിക്കുന്ന ലിനൻ അല്ലെ, അവർക്ക് കൊടുക്കുന്ന തുണികൾ, അതായത് ബെഡ്ഷീറ്റ്, പില്ലോ, മറ്റു തുണികള് വളരെ ക്ലീനും ഇതൊക്കെ ആണെങ്കിൽ ഹൈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി നല്ലൊരു കെയർ ആണ് അവർക്ക് കൊടുക്കുന്നത് അല്ലെ? Every hospital needs to have 6 sets of linen for each bed. 6 set എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്യാം കേട്ടോ. എല്ലാ ഹോസ്പിറ്റലുകൾക്കും അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും ഒരു ബെഡിന് കൊടുക്കുന്നത് 6 സെറ്റ് ലിനൻ ആണെന്ന്. ഓക്കെ, 6 എന്നുള്ളത് റൗണ്ട് ചെയ്യുക. എക്സാമിൽ ചോദിക്കും. റൗണ്ട് ചെയ്തോ? 6 എന്നുള്ളത് 6 സെറ്റ്. ഓക്കെ, അപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ് ഒരു ബെഡിന്, അതായത് നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു ബെഡിന് അലൗ ചെയ്തത് 6 സെറ്റ് ഓഫ്
ലിനൻ ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി വായിക്കുമ്പോൾ തന്നെ മാക്സിമം പഠിച്ചു പോകാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ? ക്ലിയർ ആണല്ലോ? പഠിച്ചില്ലേ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും മിക്സ്ഡ്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു ബെഡിന് 6 സെറ്റ് എന്താ ലിനൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു 6 സെറ്റ് ലിനൻ ആണ് കൊടുക്കുന്നതിന്. 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ 1 ഇൻപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. ഒരു ഇൻപേഷ്യന്റ് അഡ്മിറ്റഡ് ആകുന്ന ഒരു പേഷ്യൻസിന് നമ്മൾ 6 സെറ്റ് ലിനൻ ആണ് കൊടുക്കുന്നത്. ഒരു സെറ്റ് എന്ന് പറയുന്നത് 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഒരു സെറ്റ് എന്ന് പറയുന്നത് 1 ഒരു ഷീറ്റ് ഉണ്ടാകും, ഒരു പില്ലോ കവർ ഉണ്ടാവും. അതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 6 സെറ്റാണ് നമ്മൾ അഡ്മിറ്റ് ആകുന്ന ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഒരു സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ഷീറ്റും ഒരു പില്ലോ കവറും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഒരു സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഷീറ്റും ഒരു പില്ലോ കവർ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ, ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? റൊട്ടേഷൻ എങ്ങനെയാണ് അത് ഈ 6 ബെഡ്ഷീറ്റ് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ജസ്റ്റ് സിമ്പിൾ ആണ്, മനസ്സിലാക്കി പോകാം കേട്ടോ. റൊട്ടേഷൻ 2 സെറ്റ് ഫോർ വാഷ്. 2 എണ്ണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കാം. 1 bedsheet on the way to the laundry while one sheet should be ready to be 1 bedsheet on the way to the laundry while 1 sheet already in laundry washing cycle. ഓക്കെ, അപ്പൊ 2 സെറ്റ് അലക്കാനായിട്ട് നമ്മൾ ഓൾറെഡി എന്താണ് ഒരെണ്ണം ലോണ്ടറിയിലെ വാഷിംഗ് സൈക്കിളിലാണ്, അതായത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 ബെഡ്ഷീറ്റ് ഓൺ ദ വെയിലാണ്, അതായത് കളക്ട് ചെയ്ത് ഒരെണ്ണം കൊണ്ടുപോയി ഒരെണ്ണം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിനാണ് വാഷിൽ ഉദ്ദേശിക്കുന്ന 2 സെറ്റ്. ഇനി 2 സെറ്റ് ഇൻ യൂസ്, ഉപയോഗത്തിൽ 2 ലിനന്റെ സെറ്റ് ഉള്ളത്. 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡ്. ഒരെണ്ണം ഓൾറെഡി ബെഡിൽ വിരിച്ചേക്കാണ് പേഷ്യന്റിന്റെ. while one should be ready to be used. ഒരെണ്ണം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യുമ്പോൾ അടുത്തത് ഇടാൻ വേണ്ടിയിട്ട്. then 2 set in stock. 2 എണ്ണം ഓൾറെഡി നമ്മൾ കബോർഡിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് 2 എണ്ണം സ്റ്റോക്കിലുണ്ട്. അപ്പൊ 6 സെറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണോ? 6 സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 2 എണ്ണം വാഷിലാണ്, അതായത് ഒരെണ്ണം അലക്കിക്കൊണ്ടിരിക്കുന്നു, ഒരെണ്ണം നമ്മൾ എന്താ കറയൊക്കെ ആയിട്ട് അവര് അലക്കാനായിട്ട് വന്ന് കൊണ്ടുപോയി. ദെൻ 2 എണ്ണം യൂസിലാണ്. ഒരെണ്ണം നമ്മൾ ഓൾറെഡി നമ്മുടെ ബെഡിൽ വിരിച്ചേക്കുന്നു. ദെൻ ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മേ ബി അഴുക്കൊക്കെ ആകുമ്പോൾ മാറ്റാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. ദെൻ ബാക്കി 2 എണ്ണം നമ്മൾ സ്റ്റോക്കിലാണ്. ഓക്കെ, നമ്മൾക്ക് ഓൾറെഡി കയ്യിലുണ്ട്, സ്റ്റോക്കിലാണ്. നമുക്ക് ഇത് കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കറയൊക്കെ ആകുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഓൾറെഡി സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെയാണ് ഒരു ലിനന്റെ റൊട്ടേഷൻ വരുന്നത്. ക്ലിയർ ആയോ റൊട്ടേഷൻ? ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ചെറിയ ഇക്വേഷൻ അല്ല, ഒരു ഷീറ്റും ഒരു പില്ലോ കവറും തന്നിരിക്കുകയാണ് കേട്ടോ. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മൾ നോർമലി ഇപ്പോ നമ്മള് കറയൊക്കെ ആക്കുമ്പോൾ അടുത്തത് റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് അല്ലെ, ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഒരെണ്ണം നമ്മൾ അലക്കാനായിട്ട് ബെഡ്ഷീറ്റിലിടും, നെക്സ്റ്റ് അടുത്തത് വിരിക്കും, ബാക്കി നമ്മൾ മടക്കി വേറെ വെച്ചിട്ടുണ്ടാവും അലമാരിയില് ഇല്ലേ? അങ്ങനെയല്ലേ നമ്മളുടെ വീട്ടിൽ ചെയ്യാറ്? എപ്പോഴും ഈ ഒരു ഷീറ്റ് തന്നെയാണോ അലക്കാതിരിക്കുകയാണോ? ഒരെണ്ണം നമ്മൾ അലക്കാനായിട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മൾ അടുത്തത് വിരിക്കും, ബാക്കി നമ്മൾ അലക്കി നമ്മൾ അലമാരയിൽ വെച്ചിട്ടുണ്ടാകും അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. റൊട്ടേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് 6 സെറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കാം, ചാലഞ്ചസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ കുറച്ച് ചലഞ്ചസുകൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോ ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന്, ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെല്ലുവിളികൾ. The laundry department faces some major challenges. They are മേജർ ആയിട്ട് അവർ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോയിന്റ്സും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തേക്കൂ. ഫസ്റ്റ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ചെയ്യുക, അതായത് തുണികൾ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുക, തുണികൾ മോഷണം പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക എന്ന്. ഇപ്പോ അതായത് ഇപ്പോ നമ്മൾ ഔട്ട്സോഴ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ കൊടുത്ത എണ്ണത്തിന്റെ അത്ര തുണികൾ തിരിച്ചു കിട്ടാതെ വരാം. അങ്ങനെ നമ്മൾക്ക് ഈ തുണികളൊക്കെ കളഞ്ഞു പോകുന്നത്. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, HAI അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ അത്. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഓക്കെ, അപ്പൊ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ഒക്കെ അറിയാം. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അണുക്കള്, ഇൻഫെക്ഷൻസുകൾ. ഓക്കെ, HAI ഓർത്തിരിക്കുക കേട്ടോ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ മൊഡ്യൂൾ 2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ടല്ലോ. Then lack of well-defined laundry hygiene process. അതായത് ലാക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അഭാവം അല്ലെ. അതായത് എന്താണ്, നന്നായി ഒരു ശുചിത്വ ഹൈജീനിന്റെ ഒരു അഭാവം ലോണ്ടറി സർവീസസിന്റെ. ചിലപ്പോൾ അത് വലിയ അത്ര ഹൈജീനും ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള സർവീസസ് ഒന്നും അല്ലാത്തത് അല്ലെ. അപ്പൊ അതും നമുക്കറിയാലോ, ഹൈജീൻ അല്ലാത്തത് ആവുമ്പോൾ അതനുസരിച്ചിട്ട് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹൈജീനിന്റെ ഒരു അഭാവം, ശുചിത്വത്തിന്റെ ഒരു അഭാവം. ഹൈ കോസ്റ്റ്, ചിലപ്പോൾ ലോണ്ടറി സർവീസസിന് നമ്മൾ ഔട്ട്സോഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിലേക്ക് ആകും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിലും നമ്മൾ ഔട്ട്സോഴ്സിനെ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ ഔട്ട്സോഴ്സിനെ ഏൽപ്പിക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിലേക്ക് ആയിരിക്കാം. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻ, ലോണ്ടറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസുകൾ ബ്രേക്ക് ഡൗൺ ആയി പോവുക, എക്യുപ്മെന്റ്സ് ഒക്കെ ചിലപ്പോ എന്താണ് തകരാറൊക്കെ സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഒരു ലോണ്ടറി സർവീസസ് നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. 5 ചലഞ്ചസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്, hospital acute infection, lack of well-defined laundry hygiene process, high cost, breakdown of laundry machines. 5 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക, എക്സാമിന് ചലഞ്ചസ് ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, അതുകൂടി ഒന്ന് വായിക്കാം കേട്ടോ. Hospital laundry services are thus responsible for providing safe, clean, ample and timely application of linen to user units of the hospital at the right time, right quality, right place. Okay. Hospital laundry services അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, ആംബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലധികം അല്ലെ ധാരാളമായിട്ടും ടൈംലി ആപ്ലിക്കേഷൻസ് കറക്റ്റ് ടൈമില് ഓരോ യൂസർ യൂണിറ്റിലേക്കും, അതായത് നമ്മൾ പറഞ്ഞു ലേബർ റൂം ആകാം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആകാം, വാർഡ് ആകാം, ഓരോ യൂണിറ്റിലേക്കും റൈറ്റ് ടൈമിലും റൈറ്റ് ക്വാളിറ്റിയിലും കൃത്യമായ അളവിലും റൈറ്റ് പ്ലേസിൽ, ഓരോ പ്ലേസിലും കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ടൈമില് അല്ലെങ്കിൽ കൃത്യ അളവില് ഈ തുണികൾ എത്തിക്കുക എന്നുള്ളത് ലോണ്ടറി സർവീസസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. എല്ലാ എന്താണ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പേഷ്യൻസിനെ കംഫോർട്ടബിൾ ആക്കുക,
സുരക്ഷിതമാക്കുക അല്ലെ. ദെൻ അവരുടെ ഹെൽത്തിൽ നല്ല ഒരു ആരോഗ്യവും സുരക്ഷിതത്വവുമുള്ള ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക എന്നതാണ് എല്ലാ ഹോസ്പിറ്റലുകളുടെയും മെയിൻ എയിം എന്ന് പറയുന്നത്. അതിലൂടെ ചെയ്തേക്കാണ് കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ചലഞ്ചസ് തുടങ്ങി ലാസ്റ്റ് വരെ ഒന്ന് വായിക്കാം കേട്ടോ. ഓൺലി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച എല്ലാവരും ചലഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോ ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ചെറിയ ചാപ്റ്റർ ആണ്, ഈസി ആയിരുന്നു, കുറച്ചും കൂടി ഈസി ആയിരുന്നോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ? എങ്ങനെ തോന്നി? സിമ്പിൾ ആയിരുന്നോ അല്ലെ? പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? കുഴപ്പമില്ലെന്നോ? എന്ന് വെച്ച് ബുദ്ധിമുട്ടുണ്ടോ? വേറെ മെഡിക്കൽ ടേമുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓൾറെഡി നമ്മുടെ വീട്ടിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ലോണ്ട്രി എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം അതുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. കുറച്ചും കൂടി ഇവിടെ ഹോസ്പിറ്റലാവുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് പറയണോ? ഈ ഒരു ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം കേട്ടോ. ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഭാഗത്ത് ക്ലാസ് മിസ്സായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എത്തുമ്പോൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, then laundry and linen services. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ എന്താണ് ലോണ്ട്രി സർവീസസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ ലോണ്ട്രി വിച്ച് ഫോർ എങ്ങനെയൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സും യൂറിൻ ഫേസസ് ഒക്കെ വെച്ചിട്ടാണ് ലോണ്ട്രി സർവീസസ്. മീൻസ് നമ്മൾ ലിനനുകൾ അഴുക്ക് പിടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഫസ്റ്റ്. ദെൻ ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ള ദ ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റംസ്. ലിനൻ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത് ക്ലോത്തിങ് ഐറ്റംസിനെയാണ്. അണ്ടർലൈൻ ചെയ്തിരുന്നോ? നമ്മൾ ചെയ്തേക്ക് കേട്ടോ. ഒന്ന് ക്ലോത്തിങ് ഐറ്റംസിനെയാണ് ലിനൻ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഹോസ്പിറ്റൽ ലിനൻ സർവീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ദെൻ ഒബ്ജക്റ്റീവിനകത്ത് 3 ഒബ്ജക്റ്റീവ് ഉണ്ട്. 3 ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, ലക്ഷ്യങ്ങൾ. ദെൻ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കിയത്. പോയിന്റുകൾ 6 ഫങ്ഷൻസ് പറഞ്ഞു. ഫങ്ഷൻസുകൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാലോ, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ലൊക്കേഷൻ ലോണ്ട്രി ഷുഡ് എങ്ങനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മെയിൻലി ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഓൾറെഡി ചെയ്തിട്ടില്ലേ? നമ്മൾ എടുത്തപ്പോ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ് അത്. ദെൻ ഫെസിലിറ്റീസും സ്പേസസും എങ്ങനെയൊക്കെയാണ് ഫെസിലിറ്റികൾ വേണം, പോയിന്റുകൾ ഉണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ട്രി സർവീസസ് 4 പോയിന്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ദെൻ എസ്തെറ്റിക് വാല്യൂ, പോസിറ്റീവ് പബ്ലിക് ഇമേജ്. 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകത. ദെൻ പ്ലാനിങ് ആണ്. ജസ്റ്റ് ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം.
Then ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മെക്കാനൈസ്ഡ് ലോണ്ടറി സർവീസസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ബെസ്റ്റ് മെത്തേഡ് ഫോർ വാഷിംഗ് ലിനൻ. ലിനൻ വാഷിംഗ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത് മെക്കാനൈസ്ഡ് ലോണ്ടറി സർവീസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തില്ലേ? ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. ചെയ്തിരുന്നോ? ഓക്കെ. Then why are administrators choosing outsource? എന്താണ് outsource എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? When a professional medical laundry തുടങ്ങി, when a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per specialized need is known as outsourcing. Underline ചെയ്തിട്ടില്ലേ? എന്താണ് outsourcing? ചെയ്തോ? അണ്ടർലൈൻ. ഓക്കെ, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. Then advantages of outsourcing services. 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻറ്റേജസ്: more cost effective solution ആണ്, increase efficiency, improved quality of care provided. Okay. Then classification of linen. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കാം. ജനറൽ പർപ്പസ് ലിനനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കർട്ടൻ, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത് എക്സെട്ര. അപ്പൊ എങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു പോകുക കേട്ടോ. Then patient linen എന്ന് പറയുമ്പോൾ patient clothing, gowns, coats എക്സെട്ര. വാർഡ് ലിനനിൽ വരുന്നത് ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ്. ഇത് തൊട്ടത്തിൽ വായിച്ച ക്ലിയർ ആണല്ലോ. Then സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കോമൺ പ്രാക്ടീസസ് ഏതൊക്കെയാണ്? PPE ധരിക്കുക, ബാഗ്സ് കളക്ട് ചെയ്യുക. ഈ പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ പ്രോസസിംഗ് ആണ്. എന്താണ് സോർട്ടിംഗ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ദെൻ വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, ഓരോ പ്രോസസ് ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ ലോണ്ടറി സർവീസസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ദെൻ PPE ഫുൾ ഫോം അറിയാലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എല്ലാ ചാപ്റ്ററുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ. Then what are the different type of laundry collected? Used linen, solid linen ഏതൊക്കെയാണ് നോക്കാം. Then നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ലിനനിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്. പഠിച്ചല്ലോ, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Then ഒരു സെറ്റ് 6 സെറ്റ് ആണ് എല്ലാ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നത്. Then challenges. ഓക്കെ, ഇത്രയുമാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിൽ വരുന്നത്. ഏകദേശം ക്ലിയർ ആണല്ലോ ചാപ്റ്റർ? ഓക്കെ ആണോ? ഓക്കെ ആണ് എല്ലാവരും? ലോണ്ടറി ആൻഡ് ലിനൻ എന്നുള്ള ചാപ്റ്റർ വീണ്ടും നമ്മളൊന്ന് എന്താ റിവൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി പഠിച്ചു പോകാം കേട്ടോ. അത് നമ്മൾ എന്താ പറയാ, ലാസ്റ്റ് എക്സാമിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് പഠിച്ചു നോക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ, ദെൻ അപ്പോ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് ചലഞ്ചസ് ഒന്നും കൂടി പറയണോ? ഓക്കെ, ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെല്ലുവിളികൾ. ഒരു ലോണ്ടറി നമുക്ക് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയാലും അവര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ചലഞ്ചസുകൾ നേരിടേണ്ടതായിട്ട് വരും ഇല്ലേ. അപ്പൊ ഒരു ലോണ്ടറി സർവീസസ് നേരിടുന്ന ചലഞ്ചസുകൾ നോക്കാം. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്, അതായത് തുണികൾ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുക എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ട്സോഴ്സിന് നമ്മൾ കൊടുക്കും പറയും ഇല്ലേ, കൊടുക്കും. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ലോണ്ടറി ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ഏജൻസിക്ക് കൊടുക്കും. ചിലപ്പോൾ ഏജൻസിക്ക് നമ്മൾ തുണികൾ കൊടുക്കുമ്പോൾ കിട്ടുന്നതിൽ ചിലപ്പോൾ എണ്ണത്തിന് കുറവൊക്കെ വരാം ഇല്ലേ. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ്, അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എടുത്തിട്ടുണ്ടാകും അല്ലെ. ബെഡ്ഷീറ്റുകൾ, നല്ല കോട്ടൺ തുണികൾ, മെറ്റീരിയലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ചിലപ്പോൾ മോഷ്ടിക്കുക, അങ്ങനെയുള്ള കേസുകൾ. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ പറയുന്നത് HAI, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. അതായത് നല്ല രീതിയിൽ ഹൈജീൻ ഒന്നും ഇല്ല എങ്കിൽ, ഇവർ ചെയ്യുന്ന ലോണ്ടറിക്ക് ഹൈജീൻ ഒന്നും ഇല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സെപ്പറേറ്റ് ചെയ്യാതെ ഇവർ ഒരുമിച്ചൊക്കെയാണ് തുണികൾ അലക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും ഇപ്പൊ ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് കറകളൊന്നും ഇല്ലാത്തത് വേറെ അലക്കിയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുള്ളൂ. ചിലപ്പോൾ അവർ ഒരുമിച്ചിട്ടൊക്കെയാണ് അലക്കുന്നതെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ഉപയോഗിക്കുന്ന മറ്റു പേഷ്യന്റിനും ഇൻഫെക്ഷൻ വരാൻ ചാൻസുകളുണ്ട്. അതുമായിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ വരാം. ഇതാണ് സെക്കൻഡ് ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് 2 ചലഞ്ചസ് ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ആണോ? പേര് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്താ? മോഷണം പോവുക. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസുകളൊക്കെ വരാം. Then lack of well defined laundry hygiene process. ലോണ്ടറിയുടെ പ്രോസസ്സിൽ ശുചിത്വമില്ലായ്മ അധികം. ശുചിത്വമില്ലായ്മ കൊണ്ടാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. ആ സെയിം പോയിന്റ് തന്നെ കണക്ട് ചെയ്തൊക്കെയാണ് കേട്ടോ.
അതായത് നല്ലൊരു സർവീസ് അല്ലാന്ന്, അതായത് ലോണ്ടറി വലിയ ശുചിത്വമൊന്നും പാലിക്കാതെ വരിക, ഹൈജീൻ പ്രോസസ് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ, അതും ഒരു ചലഞ്ചസ് തന്നെയാണ്. ദെൻ ഹൈ കോസ്റ്റ്, ഭയങ്കര കോസ്റ്റ് ആകുന്നത്, അതായത് മെഷീനുകളും മറ്റൊക്കെ പ്രവർത്തിക്കാനായിട്ട് ഹൈ കോസ്റ്റ് വരും. അല്ലെങ്കിൽ നമ്മൾ പുറമെ കൊടുക്കുമ്പോൾ അതായത് ഔട്ട്സോഴ്സിനൊക്കെ ഏൽപ്പിക്കുമ്പോൾ അവർ പറയുന്ന ചാർജസ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ദെൻ ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്, ലോണ്ടറിക്ക് ഉപയോഗിക്കുന്നത് ഇപ്പൊ വാഷിംഗ് മെഷീൻ, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഡ്രയർ, അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ചിലപ്പോൾ തകരാറ് വരും, ഡാമേജ് ഒക്കെ വരും. ഇത് എപ്പോഴും ഇങ്ങനെ വർക്കിംഗ് ആണല്ലോ, സോ ഡാമേജുകൾ സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ചാപ്റ്റർ ഓക്കെ ആണ്? ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ടീച്ചർ ഒന്ന് തുടങ്ങി വെക്കാൻ കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണതുള്ളൂ. നോക്കാം, എടുത്തിട്ടില്ലല്ലോ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, വേറെ ടീച്ചേഴ്സ് ആയാലും എടുത്തിട്ടില്ലല്ലോ ഈ ഒരു ചാപ്റ്റർ? എടുത്തോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പുതിയൊരു ഏരിയയിലോട്ടാണ് ഇനി കിടക്കുന്നത് അല്ലെ. അപ്പൊ ലോണ്ടറി ലിനനൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെ. എന്താണ് ഇവിടെ ഗ്യാസ് സിസ്റ്റം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക, ആണോ? ഹോസ്പിറ്റലിൽ എങ്ങനെയാ ഗ്യാസ് സിസ്റ്റം എന്നാണോ? അങ്ങനെയാണ് എല്ലാവരുടെയും ചിന്ത. ഓക്കെ, അപ്പോ നമുക്കറിയാം അല്ലെ, ഒരു ഹോസ്പിറ്റലില് നമ്മള് ഒരു എന്താ പറയാ അത്യാവശ്യ നിലയിലേക്ക് ആകുമ്പോഴും മറ്റും ഓക്സിജന്റെ ആവശ്യമൊക്കെ വരും അല്ലെ. ചില പേഷ്യൻസുകൾക്ക് മീൻസ് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ നമ്മൾ തേടാറുണ്ട് ഇല്ലേ. അത് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, കണ്ടിട്ടുണ്ടാകും ഓക്സിജൻ സിലിണ്ടറുകൾ. കണ്ടിട്ടില്ലേ എല്ലാവരും? കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഫിലിമിലോ പിക്ചറിലെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഓക്സിജൻ ഇതൊരു ഗ്യാസ് ആണ്, മെഡിക്കൽ ഗ്യാസ് ആണ് അല്ലെ. മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പാട്ടോ നമുക്ക് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കൽ പരമായിട്ട് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം തന്നെ മനസ്സിലാക്കാം. ചാപ്റ്ററിന്റെ പേര് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഹോസ്പിറ്റലില് പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എക്സാമ്പിൾ ആണ് ഓക്സിജൻ അല്ലെ. നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വഴി പേഷ്യന്റിന് ചിലപ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു. ഓക്കെ, ഓക്സിജൻ എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ ഇല്ലേ, ആണോ? വേറെ എന്തൊക്കെ ഗ്യാസുകളാണ് നിങ്ങൾക്ക് അറിയാവുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്ത ഗ്യാസ്? അറിയാമോ? എന്തൊക്കെയാണ്? ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമ്മൾ ഇനി പുതുതായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഐഡിയ ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന CO2, ഓക്കെ, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഒരു 7 ടൈപ്പ് ഗ്യാസസ് ആണ് പേഷ്യൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഒക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഈ ഒരു ഗ്യാസസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മേ ബി പുതിയൊരു അറിവായിരിക്കാം അല്ലെ. ചിലവർക്ക് കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് അറിവുകളൊക്കെ ഉണ്ടാകും ഈ ഒരു ഏരിയയിലൊക്കെ. മേ ബി സയൻസോ അങ്ങനെയൊക്കെ പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടാകും അല്ലേ. ബാക്കി ചിലപ്പോൾ ഒന്നും അറിയില്ലാത്തവരുണ്ടാകും, കുഴപ്പമില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയൊരു അറിവാണ്. നമുക്ക് ഒട്ടും അറിയില്ലാത്ത ഒരു ഏരിയയെ കുറിച്ചിട്ട്. ഇപ്പൊ ലോണ്ടറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഒരു മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നതാണ്, നമ്മുടെ പുതിയൊരു അറിവാണ്. സോ നല്ല രീതിയിലുള്ള ക്ലാസ് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഓക്കെ, കുറച്ചധികം പഠിക്കാനും വേണ്ടതില്ല, ബുദ്ധിമുട്ടെന്നല്ല, സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കാനുള്ളൂ. പക്ഷെ നമ്മൾക്ക് പുതിയൊരു കാര്യമാകുമ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി ആഴത്തിൽ അതിനെന്താ പറയാ ഗ്രഹിക്കണം, പഠിക്കണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ പറയാം. കുറച്ചധികം പഠിക്കാനുണ്ട്, നമ്മൾ കുറച്ച് എഫോർട്ട് എടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അതിൽ തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറയണല്ലോ കേട്ടോ. നോക്കാം. അപ്പോ ഇൻട്രൊഡക്ഷൻ ഭാഗം നമുക്ക് വായിക്കാം. ഓക്കെ ആണ് എല്ലാവരും? പഠിക്കാൻ പോകുന്നോ നമ്മള്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. മെഡിക്കൽ ഗ്യാസസ്. Medical gases are gases administered to patients. അല്ലേ? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസസ് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റ് ടു പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടിയിട്ട്, രോഗികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാസിനെയാണ് ഈ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്.
എക്സാമ്പിൾ പറയാൻ നമുക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ പേഷ്യൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസസ് ആണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. Then centralized medical gas. Centralized നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അങ്ങനെ തന്നെയാണ് അല്ലെ, centralized medical gas. Centralized medical gas system are increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. അല്ലേ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് അതായത് അത്യാവശ്യ സേവനങ്ങളായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യ സേവനങ്ങളായിട്ടുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ്, ഇത് മൂന്നും ഒരു ഹോസ്പിറ്റലിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് അല്ലേ. ഇലക്ട്രിസിറ്റി വേണം, വാട്ടർ വേണം, എയർ കണ്ടീഷനിങ് വേണം അല്ലെ. ചില റൂമുകളിലൊക്കെ സെപ്പറേറ്റ് എയർ കണ്ടീഷനിങ് അത്യാവശ്യമാണ്. ഇപ്പോ സർജിക്കൽ റൂം, ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ, ഇവിടെ എല്ലാം എന്താണ് എയർ കണ്ടീഷനിങ് ആവശ്യമാണ്. എന്നതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് ഓരോ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആയിട്ട് വർദ്ധിച്ചു വരികയാണെന്ന് ഹോസ്പിറ്റലിൽ. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇത് മൂന്നും നെസസറി ആണ്. അതുപോലെ തന്നെ സെയിം ഇൻക്രീസിംഗ്ലി, അതായത് അതുപോലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലുകളിൽ ഇൻക്രീസ് ചെയ്യേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ. Then medical gases, which are gases. Medical gases എന്ന് പറഞ്ഞാൽ അതൊരു തരം ഗ്യാസസുകളാണ്. In medical procedures, മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസസ് ആണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. Are used for treatment, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തിനൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്? Used for treatment, for anesthesia, some for private medical devices and tools. ഇതിനൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെന്റിന്, ചികിത്സാപരമായിട്ട്. ഓക്സിജൻ ഒക്കെ നമ്മൾ പേഷ്യന്റിന് ചികിത്സാപരമായിട്ട് നൽകുന്നു. അനസ്തീഷ്യ, പേഷ്യന്റിന് നമ്മൾ അനസ്തീഷ്യ കൊടുക്കും ഇല്ലേ. അനസ്തീഷ്യ എന്താണെന്ന് അറിയാലോ? അറിയാത്തവരുണ്ട് ആരെങ്കിലും? അനസ്തീഷ്യ, സർജറിക്കൊക്കെ നമ്മൾ അനസ്തീഷ്യ കൊടുക്കും സെഡേറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോഴും നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. Then some for driving for medical devices and tools. ചില മെഡിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ എന്താ ഡ്രൈവ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കും. മീൻസ് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓക്കെ ആണോ? ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയോ മെഡിക്കൽ ഗ്യാസസിനെ കുറിച്ച്? പേഷ്യൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസസ് ആണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഹോസ്പിറ്റലുകൾക്ക് വാട്ടർ, ഇലക്ട്രിസിറ്റി, എയർ കണ്ടീഷനിങ് എന്നതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടിയും അനസ്തേഷ്യ കൊടുക്കാനും ചില മെഡിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ ടൂൾസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ ഔട്ട്ലൈൻ. ഇനി നമ്മൾ തുടർന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഒരു ഔട്ട്ലൈൻ കിട്ടിയോ? മെഡിക്കൽ ഗ്യാസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഓക്കെ ആണോ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ബാക്കി ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷൻ വായിക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഒരു സെക്ഷൻ കൂടി എടുക്കാലോ. ഈ ഒരു ചെറിയൊരു പോർഷൻ കൂടി എടുക്കുക കേട്ടോ. മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഏതെല്ലാം ഏരിയകളിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്? The department that use medical gas in hospital consists of underline ചെയ്യാം കേട്ടോ. ഏതെല്ലാം ഏരിയകളിലാണ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിച്ച് വരുന്നത്? കൺസിസ്റ്റ് ഓഫ് റൂംസ് അല്ലെ, റൂമുകളിൽ, അതായത് ഇപ്പോൾ എമർജൻസി റൂമിലോ അല്ലെങ്കിൽ എല്ലാ പേഷ്യൻസിന്റെ റൂമുകളിൽ. റിക്കവറി റൂം എന്ന് വെച്ചാൽ എന്താണ്? അതായത് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ കിടക്കുന്ന റൂം, റിക്കവറി റൂം. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മള് ടെസ്റ്റുകളൊക്കെ ചെയ്യുമല്ലോ, രോഗനിർണയമൊക്കെ നടത്തുന്ന ആ ഒരു റൂമുകള്. ഇന്റർവെൻഷൻ ഏരിയ, ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായിട്ടുള്ളത്, ഇൻജക്ഷൻ എടുക്കാനും അങ്ങനെയുള്ള ചികിത്സാപരമായിട്ടുള്ള ഏരിയകള്. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈനക് വിഭാഗം അല്ലേ. ഒബ്സ്ട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഡെലിവറി ആ ഒരു മീൻസ് വുമൻസിനായിട്ടുള്ള വാർഡ്സ് ഏരിയ. ICU, ജനറൽ വാർഡ് എക്സെട്ര. ഇവിടെയെല്ലാമാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ ഏതെല്ലാം ഏരിയകളാണെന്ന്? ഓക്കെ, equipment is connected to the medical gas pipeline system via station outlets. നോക്കാം, കണ്ടോ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ താഴെ? ഈ പിക്ചർ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടോ? ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റിയത് കണ്ടിട്ടുണ്ട്. എവിടെയാണ് കാണുന്നത്? എവിടെയാണ് കാണുന്നത്? കാഷ്വാലിറ്റിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ദെൻ റൂമുകളിലൊക്കെ ഉണ്ടാകും അല്ലെ, മതിലിനോട് ചേർന്നിട്ട്. ദെൻ അതിലൂടെ കാഷ്വാലിറ്റിയിൽ ഉണ്ടാകും, അതുപോലെ തന്നെ പേഷ്യൻസിന് വാർഡിലുണ്ട്, റൂമുകളിലൊക്കെ ഉണ്ട്. അപ്പോ ഇതിലൂടെയാണ് നമ്മള് ഒരു ടോട്ടലായിട്ട് എവിടെ നിന്നാണ് നമുക്ക് ശരിക്കും ഈ ഓക്സിജൻ ഒക്കെ വരുന്നത്? ഇതെല്ലാം ഔട്ട്ലെറ്റിൽ നിന്നാണ്, അതായത് പൈപ്പ് ലൈൻ വഴിയാണ്. വലിയൊരു സിലിണ്ടറിൽ നിന്നും ഓൾറെഡി നമ്മൾ കണക്റ്റഡ് ആണ്, നമുക്ക് അതിലെ കൂടി കാണാൻ പറ്റില്ല, പക്ഷെ പൈപ്പ് ലൈനുകൾ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളിലേക്കും ഈ ഒരു ഓക്സിജന്റെ പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ആ പൈപ്പ് ലൈൻ സിസ്റ്റം വഴിയാണ് നമുക്ക് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ ഏരിയകളിലേക്കും നമുക്ക് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നത്. പൈപ്പ് ലൈൻ വഴി ഓരോ ഔട്ട്ലെറ്റുകൾ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് മെഡിക്കൽ ഗ്യാസ് ലഭിക്കുന്നത്. പിക്ചർ കണ്ടോ? ദെൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് വാക്യൂം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ, അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. പേര് കണ്ട് പേടിക്കൊന്നും വേണ്ട. അതായത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തത് വാക്യൂം സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നു. വാക്യൂം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യൂം ക്ലീനർ ഒക്കെ ഇല്ലേ? വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിനെ വലിച്ചെടുക്കാന്നൊക്കെ പറയില്ലേ? വലിച്ചെടുക്കുന്നത് വാക്യൂം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ, അതായത് അനസ്തേഷ്യ ഒക്കെ കൊടുക്കാൻ പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതിലും മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. തുടർന്ന് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഏത് ഗ്യാസ് ആണ് അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോ അനസ്തെറ്റിക്കിന് വേണ്ടി പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ നൽകുന്നതിനും മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. Then anesthetic gas scavenging system, അതായത് വാതകങ്ങൾ, അതായത് ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്. അതായത് വാക്യൂം ക്ലീനർ പോലെ തന്നെ വാക്യൂം ചെയ്യാനായിട്ട് വലിച്ചെടുക്കുക വാതകങ്ങൾ വൃത്തിയാക്കുന്നത് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. എവിടേക്കാണ് ഉപയോഗിക്കുന്നത് മാത്രം കേട്ടോ, അതായത് വാക്യൂം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റിന് അനസ്തേഷ്യ നൽകാനായിട്ടും ഉപയോഗിക്കുന്നു. ദെൻ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു, വാക്യൂമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം അത് വായിച്ചു നോക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് യൂസ് ഇൻ ഹോസ്പിറ്റൽസ് എവിടെയൊക്കെയാണെന്ന് കേട്ടോ. റൂംസ്, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ അണ്ടർലൈൻ ചെയ്തില്ലേ എവിടെയൊക്കെയാണ് ഏരിയകള്? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ.
ഏരിയകൾ അണ്ടർലൈൻ ചെയ്യുന്നതോട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഏരിയകൾ എവിടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള മെഡിക്കൽ ഗ്യാസസുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന 7 ടൈപ്പ് മെഡിക്കൽ ഗ്യാസസുകളെ കുറിച്ചാണ്. ഓക്കെ, ജസ്റ്റ് പേര് മാത്രം ഒന്ന് പറഞ്ഞു വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസിനെ കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്. ഓക്കെ, പേരുകൾ മാത്രം നോക്കാം. ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ, ദെൻ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, nitrous oxide, vacuum, then compressed air. Okay, these 7 type of medical gases ആണ് നോർമലി ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ ഗ്യാസ്. ഓക്കെ, പേഷ്യന്റിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 7 type of medical gas ആണ്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ ആണ്, മാക്സിമം നമുക്ക് ഷോർട്ട് നോട്ടൊക്കെ തന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പോരെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ മെഡിക്കൽ ഗ്യാസസിനെ കുറിച്ച്? ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആണോ? ഗ്രൗണ്ട് റിയാലിറ്റി ഓക്കെ ആണല്ലോ എല്ലാവർക്കും? മെഡിക്കൽ ഗ്യാസ് സ്റ്റാർട്ടിങ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? റെസ്പോൺസ് ചെയ്യാട്ടോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെയാണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ഇത്രയും ഭാഗം നന്നായിട്ടൊന്ന് വായിക്കാം. നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഒന്ന് വായിച്ചിട്ട് നോക്കാം. 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്ലാസ് എടുക്കാം, ഇതിൽ നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, Miss.